ഹായ് കിഡീസ് മലയാളം വേൾഡ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. കൂട്ടുകാർക്കൊക്കെ സുഖാണോ? കഴിഞ്ഞ ക്ലാസ്സിൽ ഏതൊക്കെ വ്യഞ്ജനാക്ഷരങ്ങൾ പഠിച്ചു? നമുക്ക് വായിക്കാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച വ്യഞ്ജനാക്ഷരങ്ങൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഒന്ന് വായിക്കാം. കൂട്ടുകാർ റെഡിയാണോ വായിക്കാൻ വേണ്ടിയിട്ട്? ഓക്കെ, റെഡിയാണല്ലേ? വേഗം ഓടി വായോ ക്ലാസ്സിലോട്ട്. നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച വ്യഞ്ജനാക്ഷരങ്ങൾ നമുക്ക് വായിക്കാം. ക, ഖ, ഗ, ഗ, ങ, ച, ഇച്ച, ജ, ഇജ, ഞ, ട, ഡ, ഢ, ഇഢ, ണ. ലാസ്റ്റ് ഏതാ പഠിച്ച? ത, അതുപോലെ ധ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് ധന് ശേഷമുള്ള വ്യഞ്ജനാക്ഷരം. ധന് ശേഷമുള്ള വ്യഞ്ജനാക്ഷരം ധ. ധ ഏതാ? ധ. ധ എങ്ങനെ എഴുതുന്നെന്ന് നമുക്ക് നോക്കാം. നമ്മള് റാ പഠിച്ചില്ലേ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ? ഓർക്കുന്നുണ്ടോ? റാ എങ്ങനെ എഴുതി? നമുക്ക് റാ എഴുതുന്നത് പോലെ തന്നെ റായിനെ ഫുള്ളായിട്ട് എഴുതണ്ട, നമ്മൾ ഹാഫായിട്ട് എഴുതി കൊടുക്കാം. റാ എഴുതുന്നേ മനസ്സിലായോ? എന്നിട്ട് എന്തോ ചെയ്യണം? കണക്കിലെ 3 എന്ന സംഖ്യയില്ലേ, അത് അതിനോട് ചേർന്ന് എഴുതി കൊടുക്കാം. കാണുന്നുണ്ടോ? ഏതായി? വ്യഞ്ജനാക്ഷരം ധ. ധ. ഒന്നുകൂടി നോക്കിയേ. നമ്മൾ ആദ്യം റായിന്റെ ഹാഫായിട്ട് എഴുതി കൊടുക്കാം. ഓക്കെ, പിന്നീട് അതിനോട് ചേർന്ന് കണക്കിലെ 3 എന്ന സംഖ്യ ചേർത്ത് എഴുതാ. 3 എന്ന് എഴുതാ നമ്മൾ പഠിച്ചില്ലേ, അത് എന്തായി? ധ. ഒന്നുകൂടി നോക്കിയേ. റായിനെ പകുതി എഴുതി, അതിനോട് ചേർന്ന് നമ്മൾ 3 എന്ന് എഴുതി. വ്യഞ്ജനാക്ഷരം ധ. ഓക്കെ, ഒന്നുകൂടി നോക്കിയേ, ശ്രദ്ധിച്ചേ എഴുതുന്നത്. കൈവിടാതെ എഴുതാ. റാ എഴുതി, പിന്നെന്താ? അതിനോട് ചേർന്ന് നമ്മൾ കണക്കിലെ 3 എന്ന സംഖ്യ എഴുതി. ഏതായി? വ്യഞ്ജനാക്ഷരം ധ. ഓക്കെ, ഒന്നുകൂടി നോക്കിയേ, ശ്രദ്ധിച്ചു നോക്കിയാട്ടെ. റായിനെ ഹാഫ് എഴുതി, അതിനോട് ചേർന്ന് 3 എഴുതി. വ്യഞ്ജനാക്ഷരം ധ. ശ്രദ്ധിച്ചു നോക്കണം. റായിനെ ഹാഫ് എഴുതി, പിന്നീട് അതിനോട് ചേർന്ന് നമ്മൾ 3 എന്നുള്ള കണക്കിലെ സംഖ്യ എഴുതി. വ്യഞ്ജനാക്ഷരം ധ. ക്ലിയർ അല്ലേ? ഒന്നുകൂടി ശ്രദ്ധിച്ചു നോക്കിയേ, കൈവിടാതെ എഴുതുന്നേ. ശ്രദ്ധിച്ചു നോക്കിയാട്ടെ ബോർഡിലോട്ട്. ധ. ഒന്ന് ബുക്ക് എടുത്ത് എഴുതാട്ടെ. ആദ്യം റായിനെ ഹാഫ് എഴുതാ, പിന്നീട് എന്താ? കണക്കിലെ 3 എന്ന സംഖ്യ അതിനോട് ചേർന്ന് എഴുതുക. അപ്പോഴെന്താ വായിക്കുക? വ്യഞ്ജനാക്ഷരം ധ. ഒന്ന് എഴുതി നോക്കിയാട്ടെ. ധ പറ്റുന്നുണ്ടോ എഴുതാൻ വേണ്ടിയിട്ട്? ഓക്കെ, കൈവിടാതെ എഴുതി നോക്കിയേ. പറ്റുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചേ. നമ്മൾ എന്തോ ചെയ്യണം? ആദ്യം റായിനെ ഹാഫായിട്ട് എഴുതിയതുപോലെ എഴുതിയോ? ഒന്നുകൂടി നോക്കിയേ. 3 എന്ന് എഴുതുക. ധ. ക്ലിയർ അല്ലേ? എന്താ ഇന്ന് പഠിക്കുന്നേ? വ്യഞ്ജനാക്ഷരം ധ. റായിനെ ഹാഫായിട്ട് എഴുതി, അതിനോട് ചേർന്ന് 3 എന്ന കണക്ക് സംഖ്യ എഴുതി. അപ്പോഴെന്തായി? വ്യഞ്ജനാക്ഷരം ധ. ഒന്നുകൂടി നോക്കിക്കേ എഴുതുന്നത്. ധ. ക്ലിയർ അല്ലേ? വ്യഞ്ജനാക്ഷരം ധ. ഓക്കെ, വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.